بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من رمي مولاي صل وسلم على حبيبك خير الخلق كلهم ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് പള്ളി നിർമ്മിച്ചു തന്ന എസ്.എൻ. അബ്ദുൽ കരീം ഹാജി, നാട്ടിലെ മറ്റു കാരണവന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മുടെ ഒത്തുചേരൽ നാളെ സ്വർഗത്തിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയും ഇതിനു വേണ്ടി സഹായിച്ച സഹായങ്ങളും
നമ്മളിവിടെ ചെയ്യുന്ന ഇത്തരം എല്ലാ സൽക്കർമ്മങ്ങളും നമുക്ക് ആഖിറത്തിലേക്ക് അല്ലാഹു വലിയ ഒരു മുതൽക്കൂട്ടാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കപ്പെടാൻ എല്ലാ നിലക്കും അർഹതപ്പെട്ട ഒരു നേതാവാണ്. നമ്മുടെ എല്ലാ ഉസ്താദുമാരും എന്നല്ല, നമ്മളെ മദ്രസയിലെ നബിദിന പരിപാടിയിൽ പോലും നമ്മളെ മക്കൾ പ്രസംഗിക്കുമ്പോൾ പറയും, ലാ യുമിനു അഹദുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും പരിപൂർണ്ണ മൂമിനാകൂല. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഉമ്മനേക്കാൾ, ബാപ്പനേക്കാൾ, ഭാര്യനേക്കാൾ, മക്കളെക്കാൾ, അങ്ങനെ എല്ലാറ്റിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങളിൽ ഒരാളും പരിപൂർണ മൂമിനാകൂല. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കപ്പെടണം എന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് എന്തിനാണ് നമ്മളോട് ഓർഡർ ചെയ്തത്? അത് വെറുതെ ഓർഡർ ചെയ്തതല്ല, മറിച്ച് ഒരു ഉമ്മയിൽ നിന്ന് ഉണ്ടാകേണ്ട എല്ലാ സ്നേഹവും, ഒരു ബാപ്പയിൽ നിന്നുണ്ടാകേണ്ട എല്ലാ സ്നേഹവും, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടേണ്ട ആളുകളിൽ നിന്ന് എന്തെല്ലാം സ്നേഹം നമുക്ക് ലഭിക്കേണ്ടതുണ്ടോ ആ സ്നേഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കപ്പെടാൻ അത് ശരിയായ റൂട്ടിൽ, ഏതെങ്കിലും അനുവദിക്കപ്പെടാത്ത ചാരിത്രശുദ്ധിയില്ലാത്ത തരത്തിലുള്ള സ്നേഹമല്ല, മറിച്ച് മാനുഷികമായി ഒരു മനുഷ്യനാകണമെങ്കിൽ, മൃഗായാൽ അല്ല, മനുഷ്യനാകണമെങ്കിൽ അവനുണ്ടാകേണ്ട എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ ആ മുഴുവൻ പ്രത്യേകതകളെയും ഒരു മനുഷ്യനിൽ സമ്മേളിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പഠനങ്ങളും പഠിപ്പിച്ചു തന്ന നേതാവാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ സ്വഹാബത്തും ജീവിതകാലത്തും എല്ലാ വഫാത്തിന്റെ ശേഷവും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്യുമ്പോൾ അവർ പറയും, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഓ ഹബീബായ നബിയേ, അങ്ങയുടെ മുന്നിൽ എൻ്റെ വാപ്പയെ സമർപ്പിക്കാം, എൻ്റെ ഉമ്മയെ സമർപ്പിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എല്ലാം അങ്ങ് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരോടുള്ള ബഹുമാനം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അവരോടുള്ള ബഹുമാനത്തിന്റെയും എല്ലാ ആദരവിന്റെയും ഏറ്റവും വലിയ ക്രെഡിറ്റ് അങ്ങേയ്ക്കാണ് നബിയേ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവര് നമ്മളോട് പറഞ്ഞു, സ്നേഹം എന്ന് പറയുന്നത് 3 വിധത്തിലാണ്. ഏതാണ് 3 വിധത്തിലുള്ള സ്നേഹം? അതിലൊന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. മഹാനായ അതേ ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാര് പറയുന്നു, ഒന്നാമത്തെ സ്നേഹം അതേ ഒരു മനുഷ്യന് അതേ അവനിക്കുണ്ടാകുന്ന കാരുണ്യം കൊണ്ടുണ്ടാകുന്ന സ്നേഹമാണ് മഹബ്ബത്തുർ റഹ്മ. ഒരാളോടുണ്ടാകുന്ന കാരുണ്യത്തിന്റെ സ്നേഹം. എങ്ങനെയാണ് കാരുണ്യത്തിന്റെ സ്നേഹം? മഹബ്ബത്തുൽ ഇജ്ലാലി വൽ ഇഅ്വാം, ബഹുമാനം കൊണ്ടുണ്ടാകുന്ന സ്നേഹം. ബാപ്പനോട് മകനുണ്ടാകുന്ന സ്നേഹം അത് ബഹുമാനത്തിന്റെ സ്നേഹമാണ്. ബാപ്പനോട് വലിയ സ്നേഹമാണ്, പക്ഷേ ആ സ്നേഹം ഒരിക്കലും മക്കളോടുള്ള സ്നേഹം പോലെയല്ല, മകനോടുള്ള സ്നേഹം പോലെയല്ല. മകന് ബാപ്പനോടുള്ള സ്നേഹം അത് ബഹുമാനത്തോടെയും ആദരവോടുകൂടെയും ആകണം.
ബാപ്പക്ക് മകനോടുള്ള സ്നേഹം പോലെ ആയാൽ പറ്റൂല മകന് ബാപ്പാനോടുള്ള സ്നേഹം. മറിച്ച് എപ്പോഴും മക്കള് ബാപ്പനേക്കാൾ ഉയരുന്ന ഒരു ഘട്ടം ഇല്ല. അതേ മകൻ എപ്പോഴും ബാപ്പന്റെ താഴെ മാത്രമേ ഉള്ളൂ. എന്റെ ബാപ്പ ഏറ്റവും വലുതാണ് എനിക്ക്, നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പമാർ ഏറ്റവും വലുതാണ്. ആ ബാപ്പമാരോടുള്ള കടപ്പാട് അത് വളരെ വലുതാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഉമ്മനോടുള്ള ബഹുമാനം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങളെ നാട്ടിൽ വയലിന് വരുന്ന ഉസ്താദിനോടാണ് എന്നല്ല, നിങ്ങളെ നാട്ടിൽ ദ്വാരക്കാൻ വരുന്ന തങ്ങളോടാണ് എന്നല്ല. തങ്ങന്മാരെ കൈപിടിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഉസ്താദുമാരെ ബഹുമാനിക്കണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. സയ്യിദന്മാരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം. പക്ഷേ നമ്മളെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ സ്വന്തം ഉമ്മനോടുള്ള ആദരവാണ്, ബാപ്പനോടുള്ള ആദരവാണ്. ഉമ്മാനോടുള്ള ആദരവില്ലെങ്കിൽ, ബാപ്പനോടുള്ള ബഹുമാനമില്ലെങ്കിൽ, അവരോടുള്ള പരിഗണനയില്ലെങ്കിൽ ഏത് മുസ്ലിയാരെ കൈപിടിച്ചിട്ടും കാര്യമില്ല. കാരണം ഏത് മുസ്ലിയാർക്കും ഏത് ആലിമിനും അല്ല, എല്ലാ സയ്യിദന്മാരുടെയും നേതാവായ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അടക്കം പറയാനുള്ളത് അല്ലാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് മുഅ്മിനീങ്ങൾക്ക് കടപ്പാടുള്ളത് അവരുടെ ഉമ്മമാരോടാണ് എന്നാണ്. അതുകൊണ്ടാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളെ റബ്ബിനോടുള്ള കടപ്പാട് വിട്ടണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പിന്നെ എടുത്തു പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളെ മാതാപിതാക്കളൊക്കെ ഇഹ്സാൻ ചെയ്തു കൊടുക്കണം. അത് ബാപ്പക്ക് ചെലവിന് കൊടുക്കുന്ന മകനാണെങ്കിലും ബാപ്പാക്ക് ചെലവിന് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്. കാരണം ബാപ്പാക്ക് പ്രായമായി, പഴയതുപോലെ ഇപ്പൊ ജോലിക്ക് പോകാൻ കഴിയൂല. അതുകൊണ്ട് മകനാണ് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. പഴയ പോലെ ബാപ്പ അധ്വാനിക്കുന്നില്ല. മകനാണ് ഇപ്പം ബിസിനസ് എടുത്തത്, മകനാണ് ജോലി ചെയ്യുന്നത്, മകനാണ് ബിസിനസിന്റെ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മകന് തോന്നുകയാണ് ഞാനല്ലേ ഇപ്പൊ ബാപ്പക്ക് ചെലവിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാപ്പ ഞാൻ പറയുന്നത് പോലെ ആകണം, ഉമ്മ ഞാൻ പറയുന്നത് പോലെ ആകണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇല്ല, ഒന്നുകൂടി പറയാം. നിന്നെയും പഠിക്കാനയച്ച ഉസ്താദേ നിന്റെ ബാപ്പ, പഠിക്കാനയച്ച അതേ ഉമ്മ. നമ്മൾ എത്ര പഠിച്ചിട്ട് ആലിമായാലും പഠിക്കാനയച്ച ഉമ്മാനെക്കാളും ജോറാകൂന്ന് വിചാരിക്കരുത്. എത്ര പഠിച്ചിട്ട് ജോറുള്ള ആലിമായാലും ഞാൻ എന്റെ ബാപ്പനെക്കാളും ജോറാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും ബാപ്പാനെ മറികടക്കുന്ന തരത്തില് ബാപ്പാനെ നിന്ദിച്ചിട്ട് ഉമ്മാനെ ചെറുതാക്കിയിട്ട് ഒരാലിമിനും വളരാൻ കഴിയൂല. ബാപ്പ ബാപ്പയാണ്, ഉമ്മ ഉമ്മയാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അവര് മകന് ബാപ്പനോടുണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് റഹ്മത്തിന്റെ സ്നേഹമല്ല, ബഹുമാനത്തിന്റെ സ്നേഹമാണ്. ഈ സ്നേഹത്തിനും ഏറ്റവും അർഹതപ്പെട്ട നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഷഫഖത്തിന്റെയും റഹ്മത്തിന്റെയും സ്നേഹമാണ്. അതേതാണ്? ബാപ്പാക്ക് മകനോടുണ്ടാകുന്ന സ്നേഹം. അങ്ങനെയാണല്ലോ ഒരു ബാപ്പക്ക് മകനോട് എപ്പോഴും സ്നേഹാണ്. എത്ര തന്നെ വികൃതി കളിച്ചാലും, എത്ര തന്നെ ഇഷ്ടപ്പെടാത്തത് ചെയ്താലും ചിലപ്പോൾ അവൻ കേൾക്കാൻ വേണ്ടി പറയും അവൻ എന്റെ മോനാണ് എന്ന് എനിക്ക് പറയാൻ മടിയാണ് എന്ന് പറയും. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു മകനെ തള്ളിപ്പറയാൻ ഒരു ബാപ്പക്ക് കഴിയില്ല. ബാപ്പാക്ക് എങ്ങനെയെങ്കിലും നന്നായി കിട്ടണമെന്ന ചിന്തയാണ്. അതുകൊണ്ട് ആ മഹാനായ നബിയുല്ലാഹി നൂഹ് അലാ നബീനാ അലൈഹിസ്സലാം ചരിത്രങ്ങളിലേക്ക് കടന്നാൽ സമയം തികയൂല, ഞാൻ കടക്കുന്നില്ല. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പരിശുദ്ധമായ ആശയം അവർക്ക് പറഞ്ഞു കൊടുത്തു. 900 കൊല്ലത്തോളം ദഅവത്ത് നടത്തിയിട്ട് അവിടെ പലർക്കും ഇസ്ലാം പൊളുകാൻ കഴിഞ്ഞില്ല. ഈ മഹത്തായ ആശയത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടത് എന്താണ്?
ലിമിറ്റേഷൻ ഇല്ലാത്ത ലോകത്ത് ജീവിക്കണം എന്ന ചിന്തയാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ചില തോന്നലാണ്, ലിമിറ്റേഷൻ ഇല്ലാത്ത ലോകത്ത് ജീവിക്കണം, പരിധിയില്ലാത്ത ലോകത്ത് ജീവിക്കണം, ഡിമാൻഡുകളില്ലാത്ത ലോകത്ത് ജീവിക്കണം. അത് ലോകത്തൊരിക്കലും സാധ്യമല്ല. അത് സാധിക്കുന്ന ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത്. ദുനിയാവിൽ അതൊരു മനുഷ്യന് സാധ്യമേ അല്ല. അപ്പൊ ചിലർ ചോദിക്കും, നിയമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കാൻ കഴിയൂല. അമേരിക്കക്കാരൻ അവിടെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു മനുഷ്യരൂപമുണ്ടാക്കി. സ്റ്റാച്യു എന്ന പേരിൽ അമേരിക്കയിൽ പോയാൽ കാണാം. ഏറ്റവും അത്ഭുതകരമായ നിലക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ ആശയത്തെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് എന്താണ്? ഈക്വാലിറ്റി, മനുഷ്യർക്കിടയിൽ സമത്വം വേണമെന്നാണ്. ഒരിക്കലും കഴിയൂല. ബാപ്പക്ക് ബാപ്പന്റെ സ്ഥാനം വേണം, മകന് മകന്റെ സ്ഥാനം വേണം, മകൾക്ക് മകളുടെ സ്ഥാനം വേണം. പെണ്ണിന് ജീവിക്കാൻ വകുപ്പില്ലാത്ത നിലക്ക് ഒരു കാട്ടാളന്മാരായി ജീവിച്ചിരുന്ന അറബികൾക്കിടയിൽ വന്ന് ലോകത്ത് മുഴുവൻ കാരുണ്യം ചൊരിഞ്ഞു കൊടുത്ത നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പെണ്ണും ആണും ഒന്നാണ് എന്നൊരിക്കലും വിശ്വസിക്കാൻ കഴിയൂല. അങ്ങനെ ഒരാൾക്കും പറയാനല്ലാതെ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയൂല. അങ്ങനെ ലോകത്തെ നിർമ്മിക്കാൻ സാധ്യമേ അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പെട്ടെന്ന് മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. മുടിപ്പൂ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശം മാത്രം എല്ലാവരും മുതലാളിമാര്. അള്ളാഹു എല്ലാവർക്കും ഹൈറായത് തരട്ടെ, എല്ലാവർക്കും സന്തോഷമായി. ഇത് പറയാം, മാമിയും പറയാൻ ഭയങ്കര ജോറ അല്ലെ. അള്ളാഹു എല്ലാവർക്കും ഹൈറേറ്റി തരട്ടെ. ഞാൻ പറഞ്ഞത് മുടിപ്പിൽ എല്ലാവരും മുതലാളിമാരെ, ഒരാളും തൊഴിലാളിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ പിന്നെ അവിടെ ജീവിക്കാൻ മുതലാളിക്ക് സാധിക്കുമോ? കാരണം മുതലാളി, എല്ലാവരും മുതലാളിയാണെങ്കിൽ അവിടെ ജോലി എടുക്കാൻ ആളെ കിട്ടുമോ? അപ്പൊ പിന്നെ ഇയാൾ മുതലാളിയാവോ? ഇയാൾ തൊഴിലാളിയാവേണ്ടി വരും. അപ്പൊ തൊഴിലാളി വേണം, മുതലാളി വേണം. നമ്മളാണ് അവർക്ക് ഓഹരി വെച്ച് കൊടുക്കുന്നത്. എല്ലാരും വയത് പറയുന്ന വലിയന്മാര്, എല്ലാരും വയത് പറയുന്ന ഉസ്താദ്മാര്. അങ്ങനെ ഒരു ലോകം ഉണ്ടാകൂല. എല്ലാരും മദ്രസയിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദ്, അങ്ങനെ ഒരു ലോകം ഉണ്ടാകൂല. എല്ലാരും ഡോക്ടർമാര്, അത് പറ്റൂല. ഇടയ്ക്ക് രോഗികൾ വേണം, ഡോക്ടറും വേണം, എഞ്ചിനീയർ വേണം, ബിൽഡിംഗ് വരക്കുന്ന ആള് വേണം, അത് ഉണ്ടാക്കുന്ന ആള് വേണം, എല്ലാ മേഖലകളിലും ആളുകൾ വേണം. ഒരിക്കലും ഇക്വാലിറ്റി ലോകത്തുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇക്വാലിറ്റിക്ക് പരിമിതികളുണ്ട്. അതേ സ്ഥാനത്ത് ജീവിക്കാൻ വകുപ്പില്ലാത്തൊരു വിഭാഗം, അങ്ങനെ ഒരു വിഭാഗം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥാനമുണ്ട്, ആണിന് ആണിൻ്റെതായ സ്ഥാനമുണ്ട്. നിങ്ങൾ നോക്ക്, പെണ്ണിന് ഏറ്റവും വലിയ സ്ഥാനം നൽകിയില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഞാൻ നേരത്തെ ആയത്തിലൂടെ പറഞ്ഞത്. അതെന്താ ഖുർആൻ എടുത്ത് പറഞ്ഞത്? അതേ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞു. മാതാപിതാക്കളെ കൂട്ടത്തിലുള്ള കടപ്പാടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഏറ്റവും കടപ്പാട് ആരോടാണ് എന്നാ പറഞ്ഞത്? പുരുഷനായ ബാപ്പനോട് എന്നാ പറഞ്ഞത്? അല്ല, ഉമ്മുക്ക നിങ്ങളെ ഉമ്മനോടാണ്. വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഉമ്മുക്ക നിങ്ങളെ ഉമ്മനോടാണ്, ഉമ്മുക്ക നിങ്ങളെ ഉമ്മനോടാണ്. പിന്നെയാ ബാക്കി നിങ്ങളെ ബാപ്പനോട് എന്ന് പറഞ്ഞത്. 3 പ്രാവശ്യം ഉമ്മാനെ എടുത്തു പറഞ്ഞു. അവിടെ ഉമ്മാക്ക ബഹുമാനം. ഉമ്മ പെണ്ണാണ്, അതുകൊണ്ട് ഉമ്മാക്ക് ബഹുമാനില്ലാതെ വിചാരിക്കരുത്. പൊതുവേ പുരുഷനും സ്ത്രീകളും തമ്മിൽ ഒരുപാട് വിവേചനങ്ങളുണ്ട്, ഇല്ലേ? പുരുഷന് പ്രസവിക്കാൻ കഴിയോ? നിങ്ങളെ മുടിപ്പൂലുണ്ടോ പ്രസവിക്കുന്ന പുരുഷന്മാര്? എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഉണ്ടോ? ഇല്ല, പ്രസവിക്കുന്ന പുരുഷനില്ല, അത് പുരുഷന് സാധിക്കൂല. എന്നാ കുട്ടികളെ വളർത്താൻ കഴിയുന്ന പുരുഷന്മാരുണ്ടോ? വളരെ വിരളമാണ്, അല്ലേ? നമുക്ക് കഴിയും. ഒരു കുട്ടിയെ എത്ര സമയം കയ്യിൽ സന്തോഷത്തോടുകൂടെ പിടിക്കാൻ കഴിയും ഒരു പുരുഷന്? ഉമ്മ പിടിക്കുന്നത് പോലെ ഒരു ബാപ്പക്ക് എത്ര സമയം ഒരു കുട്ടിയെ പിടിക്കാൻ കഴിയും? സ്വന്തം കുട്ടിയെ എത്ര പിടിക്കാൻ കഴിയും? ആരാന്റെ കുട്ടിയല്ല കുറിച്ച്, സ്വന്തം കുട്ടിയെ. മൂത്രം വയ്ക്കുമ്പോ പിന്നെ ആ ഭാര്യയോട് പറയും, എന്റെ കുട്ടീനെ കൊണ്ടുപോയിക്കുമെന്നാ പറയാ. എന്റെ കുട്ടിയാന്ന് പറയൂല. പിന്നെ ഒരു വട്ടം മൂത്രം വെച്ചാൽ മതി. പമ്പേഴ്സിലോട്ട് ഇപ്പൊ വലിയ സമാധാനം, അല്ലെ? അതെങ്ങാനും ഇല്ലെങ്കിൽ ശരീരത്തിൽ മൂത്രം വഹിച്ചാൽ തോന്നും, മൂപ്പര വർത്താനം കേട്ടാ തോന്നും മൂപ്പരാണ് കുപ്പായ അലക്കിയത്, മൂപ്പരാണ് ഇസ്തിരി ഇട്ടത്, മൂപ്പരാണ് ഇപ്പൊ മൂത്രം വെച്ചത് അലക്കേണ്ടത് എന്ന് തോന്നും. മൂപ്പരത് തൊടൂല. കുപ്പായ ശരീരത്തിൽ നിന്ന് കൂരിയാ പിന്നെ മൂപ്പര് കാണലെന്നില്ല. ഇസ്തിരി ഇട്ടിട്ട് കാണണം, അല്ലാതെ മൂപ്പർക്ക് കണ്ടാ മൂപ്പർക്ക് വെറുപ്പാ. അങ്ങനെ ഭാര്യനെ കൊണ്ട് അലക്കിച്ച് വൃത്തിയാക്കിച്ച് കൊണ്ട് കിടക്കുന്ന കുപ്പായത്തില്
നമ്മളെ കുട്ടി തന്നെ മൂത്രമൊഴിച്ചാൽ ഏത് വേദനൊന്നും വലിയ കുട്ടിയല്ല കേട്ടോ, നമ്മളെ സ്വന്തം കുട്ടി മൂത്രമൊഴിച്ചാലാ പറഞ്ഞത്. നമ്മളെ സ്വഭാവം പറയാ. അത് പുരുഷന്റെ സ്വഭാവ ശൈലി എങ്ങനെയാണ്, പെണ്ണിന്റെ സ്വഭാവ ശൈലി അത് വേറെയാണ്. ഒരിക്കലും അങ്ങനെ ഇക്വാലിറ്റി ലോകത്ത് ഉണ്ടാക്കാൻ കഴിയൂല. അതേ സ്ഥാനത്ത് ഇക്വാലിറ്റി വേണം. പണത്തിന് ബഹുമാനമില്ല. പണം ഇന്നുള്ളവന്റെ കയ്യിൽ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അത് നീങ്ങിപ്പോകുന്ന നിഴലാണ്. ഇന്നുണ്ടാകാം, നാളെ ഇല്ലാതിരിക്കാം. അല്ലാഹു ജീവിക്കുന്ന കാലത്തോളം നമുക്കെല്ലാവർക്കും ഇസ്സത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ, തഖ്വയോടുകൂടെ ആരെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇക്വാലിറ്റി, അങ്ങനെ ഒരു ഇക്വാലിറ്റി ഉണ്ടാക്കാൻ കഴിയൂല. ബാപ്പക്ക് ബാപ്പന്റേതായ സ്ഥാനം നൽകിയിരിക്കണം, അല്ലേ? ഉമ്മക്ക് ഉമ്മന്റേതായ സ്ഥാനം നൽകിയിരിക്കണം. ഇപ്പൊ ചിലര് പറയും പണത്തിന്റെ മേൽ പറക്കാത്ത പരുന്തില്ല. ഉണ്ട്, അത് വെറും ഒരു ചൊല്ലാണ്. അത് വെറും ഒരു ചൊല്ലാണ്. പണം ഉണ്ടായാൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് സത്യമാണ്. പണം ഉണ്ടായാൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പണത്തിന്റെ മേലെ പറക്കാത്ത പരുന്തുകളില്ല എന്നൊന്നും നമ്മൾ വിശ്വസിച്ചേക്കരുത്. അതൊരു ചൊല്ല് മാത്രമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിനക്ക് ചിലപ്പോ കോടികൾ നൽകിയിട്ട് പതേ വാച്ച് വാങ്ങാൻ കഴിയും, അല്ലേ? കോടികൾ നൽകിയിട്ട് വാച്ച് വാങ്ങാൻ കഴിയൂലേ? ഉണ്ട്. റോളക്സിന്റെ വാച്ചുകൾ ഉണ്ട്. ഒരു വാച്ചിന്റെ വില ചിലപ്പോൾ 1 കോടിയുടെ മേലെയാണ്. 1 കോടിയുടെ മേലെ വിലയുള്ള കൈമ കിട്ടുന്ന വാച്ചുണ്ട്, മാർക്കറ്റിൽ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് ഡോളറുകൾ കൊടുത്ത് വാങ്ങേണ്ട വാച്ചുകളുണ്ട് മാർക്കറ്റില്. ആ വാച്ചുകൾ നമുക്ക് ചിലപ്പോൾ കോടിക്കണക്കിന് വാച്ചുകൾ വാങ്ങാൻ ചിലപ്പോ കഴിഞ്ഞേക്കും. പക്ഷേ കോടാനുകോടി വാച്ചുകൾ കോടാനുകോടി കൊടുത്ത് വാങ്ങിയാലും ഒരു സെക്കൻഡ് വാങ്ങാൻ ഒരു മനുഷ്യനും കഴിയൂല. ഇത് പരിമിതികളുള്ള ലോകമാണ്. പരിധിയില്ലാത്ത ലോകം അത് സ്വർഗലോകമാണ്. ഇത് പരിമിതിയുള്ള ലോകമാണ്. എത്ര വാച്ച് കയ്യിലുണ്ടായാലും ആയുസ് കൂട്ടാൻ കഴിയൂല. വാച്ചുകൾ കോടികൾ കൊടുത്ത് വാങ്ങിയാലും ഒരു സെക്കൻഡ് വാങ്ങാൻ ഒരു മനുഷ്യന് സാധ്യമേ അല്ല. അല്ലേ? ഇത് മെയിന്റനൻസിന്റെ ലോകമാണ്. മെയിന്റനൻസിന്റെ ലോകമാണ്. 40 കോടി വില വരുന്ന സാധനം, ആ കാറ്, അല്ലെങ്കിൽ 50 കോടി വില വരുന്ന കാറ്, 5 കോടി വില വരുന്ന കാറ്, 6 കോടി വില വരുന്ന കാറ്. ഈ കാറ് എടുത്ത് പോകുമ്പോ അതിന്റെ അടിയിൽ കാറ് എടുത്ത് പോകുമ്പോ ചെറുതായിട്ട് തട്ടിപ്പോയപ്പോ ഒരു ബിൽഡിംഗ് പൊട്ടിപ്പോയി. എന്താ പൊട്ടിപ്പോയി? ഒരു ബിൽഡിംഗ്. കാറിന്റെ ഇരുമ്പ് ബിൽഡിംഗ് ഭാഗമില്ലേ? എന്താ ഇവിടെ പറയാ? ബിൽഡിംഗ് എന്നല്ലേ പറയാ? ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയൂലേ? ഇരുമ്പ് വെൽഡിയൂലേ? ആ ബിൽഡിംഗ് പൊട്ടിപ്പോയി. എത്ര റുപ്യന്റെ കാറാ? 5 കോടി റുപ്യന്റെ കാറ്. ഈ ബിൽഡിംഗ് എത്ര റുപ്യ വേണ്ടി? 50 രൂപ. 50 രൂപ എന്റെ ബിൽഡിംഗ് പൊട്ടിപ്പോയപ്പോ കാറ് മുന്നോട്ട് പോകുന്നില്ല. വില എത്ര? 50 കോടിന്റെ കാറാണ്, അല്ലെങ്കിൽ 5 കോടിന്റെ കാറാണ്. 50 രൂപ എന്റെ ബിൽഡിംഗ് പൊട്ടിപ്പോയപ്പോൾ ആ കാറ് പിന്നെ ഓടിക്കാൻ കഴിയുന്നില്ല. കോടാനുകോടി വില വരുന്ന ഹെലികോപ്റ്ററാണ്, ഫ്ലൈറ്റ് ആണ്. അതിൽ യാത്ര ചെയ്യാൻ നല്ല റാഹത്താണ്. യാത്ര ചെയ്യാൻ വേണ്ടി പൊങ്ങാൻ നിൽക്കുമ്പോ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റ് പറയാണ്, ഇതിന് ചില തകരാറുകളുണ്ട്. ഇത് പൊങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങൂല. എന്താ തകരാറ്? ചെറിയ കാറ്റിൽ കുറവുണ്ട്, ടയറിൽ കാറ്റ് കുറവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട് എന്ന് പറയുമ്പോ കോടാനുകോടി വില വരുന്ന വസ്തുവാണെങ്കിൽ പോലും കോടാനുകോടി വില വരുന്ന വസ്തുവാണെങ്കിൽ പോലും എന്റെ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, 50 രൂപ അതിന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ ലോകം മെയിന്റനൻസിന്റെ ലോകമാണ്, അല്ലേ? മെയിന്റനൻസിന്റെ ലോകമാണ്. മെയിന്റനൻസിന്റെ ലോകത്ത് ഒരിക്കലും നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം കിട്ടൂല. നാളെ എന്താഴ്ച? ഇവിടെ ഒന്നും ഓർമ്മയില്ലേ? നാളെ എന്താഴ്ച? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നവമുറിക്കൽ സുന്നത്താ, അല്ലേ? വെള്ളിയാഴ്ച നവമുറിക്കൽ സുന്നത്തല്ലേ? അടുത്ത വെള്ളിയാഴ്ച വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇപ്പൊ ചില ആളുകളുണ്ട്, നഖം മുറിക്കാതിരുന്ന ഭയങ്കര ബഹുമാനാന്ന് വിചാരിക്കുന്ന ആളുകൾ, മൃഗത്തെ പോലെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ചില സ്വഭാവക്കാര്. എന്താണ് ചെയ്യാ? ഇപ്പൊ എങ്ങനെയാണ് ഫാഷൻ? എന്താണ് ഫാഷൻ എന്നൊന്നും ബോധമില്ല.
അത് വലിയ ബഹുമാനായിട്ട് കാണാണ്. മൃഗത്തിന്റെ സ്വഭാവം ജീവിതത്തിൽ കോപ്പിയടിക്കാം. മൂപ്പര് ഇതുവരെ നഖം മുറിച്ചില്ലല്ലോ. നിങ്ങൾ കണ്ടോ ഏതെങ്കിലും പൂച്ച വെള്ളിയാഴ്ച വരുമ്പോ ഇങ്ങനെ നഖം മുറിക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. നമ്മളെ വീട്ടിലെ കോഴി അയാൾ നഖം മുറിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇല്ല. നമ്മളെ വീട്ടിലെ അങ്ങനെയുള്ള ഏതെങ്കിലും മൃഗങ്ങൾ നഖം മുറിക്കുന്നത് കണ്ടോ? ഇല്ല. ഇതുപോലെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ചില സ്വഭാവ ശൈലികൾ, എന്നിട്ട് അതിന്റെ മേലെ പൊട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ ഭയങ്കര ജോറാണ് എന്നാണ് അവരുടെ വിചാരം. മനുഷ്യ, ഇത് മെയിന്റനൻസിന്റെ ലോകമാണ്. നീ കഴിഞ്ഞ ആഴ്ച താടി ഒപ്പിച്ചതാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോ താടി ഒപ്പിച്ചിരിക്കണം. ഞാൻ ഭയങ്കര മുതലാളിയാണ്, കോടാനുകോടിയുടെ ചെലവഴിച്ചിട്ടുള്ള മേളയിലാണ് ഉപയോഗിച്ചതെങ്കിലും അതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. മെയിന്റനൻസിന്റെ ലോകമാണ്. അടുത്തൊരാൾ ചോദിച്ചു, ലേസർ ചെയ്യാൻ പറ്റുമോ ഉസ്താദേ? ഞാൻ ചോദിച്ചു, എന്താണ് ഈ ലേസർ? എനിക്കത് ഇതുവരെ മനസ്സിലായില്ല. കരിച്ചു കളയുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ കരിച്ചു കളയുന്നതല്ല, പിന്നെ എന്ത് ചെയ്യുന്നതാണ്? വടിച്ചെടുക്കുന്നതാണോ? എന്നാ പിന്നെ അത് ബ്ലേഡ് ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മുടി കാണാനുണ്ടാകുമോ? കാണാനുണ്ടാകൂല. കരിച്ചു കളയുന്നതാണോ അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞു അയാള്. കുറെ ദിവസത്തേക്ക് അത് അടിപ്പിക്കേണ്ടി വരൂല. ഞാൻ ചോദിച്ചെന്നാ മരണം വരെ ഒപ്പിക്കാതിരിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ അവിടുന്ന് ആളുകൾ പുറത്തേക്ക് വരും, രോമം പതുക്കെ പുറത്തേക്ക് വരും. കാരണം എന്താണ്? മെയിന്റനൻസിന്റെ ലോകമാണ്. എന്നും നിലനിൽക്കുന്ന ലോകമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടാനുകോടി വില വരുന്ന വാച്ചുകൾ നമുക്ക് വാങ്ങാൻ കഴിയും അല്ലേ? അതിന്റെ ബാറ്ററി തീർന്നു പോയാലോ? കോടാനുകോടി ഉറുപ്പിന്റെ വാച്ചാണ്. അതിന്റെ തീടന്റെ ബാറ്ററിക്ക് 10 രൂപയേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ബാറ്ററി ഇല്ലെങ്കിലും മൂപ്പർ വർക്ക് ചെയ്യൂല. അതുപോലെ അതിനെന്തെങ്കിലും തകരാറ് വന്നാൽ, ചെറിയ മെഷീന് തകരാറ് വന്നാൽ, എവിടെയെങ്കിലും ചെറിയ പോയിന്റുകൾക്ക് തകരാറ് വന്നാൽ അതിന്റെ സമയം തെറ്റിപ്പോയി. അതിന്റെ സമയം തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ്? ഇത് നിലനിൽക്കുന്ന ലോകമല്ലാതെ നമ്മളെ പഠിപ്പിക്കുകയാണ് റബ്ബ്. അതാ ഞാൻ പറഞ്ഞത്, നിന്റെ കയ്യിൽ പണമുണ്ടോ? എത്ര വാച്ചും വാങ്ങാൻ കഴിയും. പക്ഷേ ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് വാങ്ങാൻ ഒരു മുതലാളിക്ക് കഴിയൂല, പണത്തിന് സാധിക്കൂല. അതുപോലെ എത്ര വിലപിടിപ്പുള്ള കട്ടിലുകളും നിനക്ക് വാങ്ങാൻ കഴിയും. നല്ല പൈസ കയ്യിലുണ്ടോ? നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കാൻ കഴിയും. വീടുകളൊക്കെ അവർക്ക് അവരുടേതായ ആവശ്യത്തിന് വീടുകൾ വേണം അല്ലെ? ഓരോരുത്തരുടേതായ ദർജ അനുസരിച്ച് അവർക്ക് വീട് വേണം. നമ്മൾ മറ്റുള്ള ആളുകളെ വീട് നോക്കിയിട്ട് പഠിച്ചോനെ ഇയാളെ വീടെന്താ ഇത്ര വലുത് എന്ന് നമ്മൾ ബേജാറായിട്ടില്ല. നമ്മളെ കാര്യത്തിലാണ് ബേജാറാകേണ്ടത്. എനിക്ക് വലിയ വീടുണ്ടോ? ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ അതിന് ഉത്തരം പറയാൻ കഴിയുന്നു എന്ന് എവിടുന്നാണ് പണം വന്നത്, എവിടുന്നാണ് ചെലവഴിച്ചത്, അതിന് ഉത്തരം പറയാൻ സാധിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിലാകരുത് നമ്മുടെ ബേജാറ്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ നിങ്ങൾ വീട് വാങ്ങുന്നു, നല്ല സൗകര്യമുള്ള റൂം ഉണ്ടാക്കുന്നു. അല്ലാഹു ഖൈറായ വീട് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നല്ല സന്തുഷ്ടമായ, വലൈക്കും അസ്സലാം, സന്തുഷ്ടമായ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വീട് അല്ലാഹു നമുക്ക് എല്ലാവർക്കും മോശാനം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, വീട് നമുക്ക് എത്ര വിലപിടിപ്പുള്ളതും വാങ്ങാം അല്ലെ? എത്ര വിലപിടിപ്പുള്ള കട്ടിലും വാങ്ങാം, എത്ര വിലപിടിപ്പുള്ള കിടക്കയും വാങ്ങാം. ഒരു സെക്കൻഡ് ഉറക്കം വാങ്ങാൻ കഴിയോ? ഒരു സെക്കൻഡ് ഉറക്കം വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയൂല. മുസ്ലിയാരെ ഉറക്കിന്റെ ഗുളിക കഴിച്ചാൽ മതിയാകൂലേ? ഇല്ല. ഉറക്കിന്റെ ഗുളിക കുടിച്ചാൽ പോലും ഉറക്കം കിട്ടാത്ത ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ മുമ്പ് എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, കുറെ ഏകദേശം 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ ഞാനൊരു വേദന പോവാണ്. പോകുമ്പോൾ എന്റെ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്നോട് പെട്ടെന്ന്, ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഉറക്കിലാണ്, പെട്ടെന്ന് ഇയാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ ഇങ്ങക്കൊരു കാര്യം അറിയോ എന്ന് ചോദിച്ചു. എന്താണ് കാര്യം? രാത്രി സമയത്ത് പുലർച്ചയ്ക്ക് ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ കാര്യം? അപ്പൊ ഇയാൾ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഞാൻ കുറെ കാലമായിട്ട് അതിന് ഉത്തരം അന്വേഷിക്കുകയാണ്, എനിക്ക് കിട്ടിയിട്ടില്ല. അതുവരെ ഒരു തകരാറില്ലാത്ത മനുഷ്യനാണ്. പക്ഷെ ഇയാളെ കയ്യിലാ സ്റ്റിയറിംഗ് ഉള്ളത്. ഇയാൾ എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് കാലമായി ഇതിന്റെ ഉത്തരം അന്വേഷിക്കുന്നു, ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങളെ കയ്യിൽ ഉത്തരം ഉണ്ടെങ്കിൽ എനിക്ക് തരണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം വേറെയാണ്. ഞാൻ ചോദിച്ചു, എന്താ ചോദ്യം പറയും? അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, സൂര്യനാണ് കറങ്ങുന്നത് എന്ന് പറയുന്നു, ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് ചിലര് പറയുന്നു. എനിക്ക് രണ്ടും കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ ഫീൽ ചെയ്യാത്തത്? അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ഒരുപാട് കാലമായി ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ ആ കറക്കം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇനി സൂര്യനാണ് കറങ്ങുന്നതെങ്കിൽ അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ലല്ലോ. അവൻ നിങ്ങൾ പറയുന്നു സൂര്യൻ കറങ്ങുന്നുണ്ട്,
അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നുണ്ട്, രണ്ടും പറയുന്നുണ്ടല്ലോ ശാസ്ത്രം. എന്തോ ആകട്ടെ, അശംസു തജ്രീന ഖുർആൻ പറഞ്ഞത്. ആ ഏതായാലും ചലിക്കുന്ന സൂര്യൻ, ആ സൂര്യൻ അല്ലെങ്കിൽ ഭൂമി ആ ചലിക്കുന്നത് കാണുന്നില്ല, അനുഭവിക്കുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, ബേജാറാകണ്ട, അതിന് വലിയ ബേജാറൊന്നുമില്ല. ഇയാളെ കയ്യിൽ സ്റ്റിയറിംഗ് ആണുള്ളത്. ഇപ്പൊ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇപ്പൊ ഇയാളെ കയ്യിലാ. എന്നാ പിന്നെ ഒരു ഉത്തരം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ ഏതെങ്കിലും മതിലിന് കൊണ്ടുപോയി തട്ടിയാല് ഞങ്ങൾ രണ്ടാളും ബാക്കി ഉണ്ടാവൂല. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന് ഉത്തരം വേണം, ഒരു വഴിയുണ്ട്, നിങ്ങൾ വണ്ടി നിർത്തിയ സെക്കൻഡിൽ ഞാൻ ഉത്തരം കാണിച്ചു തരാം. അപ്പൊ അയാൾ സൈഡാക്കിയിട്ട് പുറത്തിറങ്ങി. നമ്മുടെ വണ്ടീന്റെ ടയർമേൽ നോക്കി ഞാൻ കാണിച്ചു തരാം. വണ്ടീന്റെ ടയർമേൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നേനും വേണമെങ്കിൽ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കാം, ഇവിടെ ഇരിക്കാൻ പറ്റൂല, ഇത് ഞാൻ ഓടിച്ചോളൂ, കാരണം എനിക്ക് വീട്ടിൽ തിരിച്ചെത്തണം. ഇയാള് മാനസിക നില തെറ്റിപ്പോയതാണ്. മാനസിക നില പെട്ടെന്ന് തെറ്റിപ്പോയി. സംഭവം എന്താണ് നോക്കുമ്പോ അയാൾ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്ന ആളാ. അന്ന് ഗുളിക കുടിച്ചിട്ടില്ല. ആ ഗുളിക കഴിക്കാത്തതിന്റെ പേരിൽ ബഹുമാനില്ലാത്തത് കൊണ്ടൊന്നല്ല, അയാളെ മാനസികമായ നില തെറ്റിപ്പോയി. അല്ലാഹു എല്ലാവർക്കും പരിപൂർണമായി ആഫിയത്ത് ജീവിക്കുന്നത് വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സെക്കൻഡ് നമുക്ക് നമ്മളെ മനസ്സിന്റെ നിലനിൽപ്പ് വാങ്ങാൻ കഴിയോ? ഗുളിക കഴിച്ചാൽ നിലനിൽക്കൂല ഉസ്താദേ? ഇല്ല. ഒരു ദിവസം മറന്നുപോയാൽ പിന്നെ അത് ഉണ്ടാകൂല, കുടിച്ചാൽ തന്നെ അത് മാറൂല. ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബാണ്. ഇത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു തആല. ഇത് മെയിന്റനൻസിന്റെ ലോകാണ്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാത്ത ലോകാണ്. എന്ത് വിലപിടിപ്പുള്ള കട്ടിൽ വാങ്ങിയാലും മോനെ നിനക്കൊരു നേരം ഒരു സെക്കൻഡ് പോലും ഉറക്കം വാങ്ങാൻ കഴിയൂല. ഉറക്കിന്റെ ഗുളിക വാങ്ങാൻ കഴിയും, പക്ഷേ ഉറക്ക് വാങ്ങാൻ കഴിയൂല. ലക്ഷങ്ങൾ വരുമാനമുള്ളൊരു മുതലാളി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. തൊണ്ടയിൽ ക്യാൻസർ വന്നപ്പോൾ ഡോക്ടർമാര് വിധി എഴുതി പോയി, വെള്ളം കുടിക്കണ്ട, വല്ലാതെ ദാഹിച്ച് വലഞ്ഞു. പക്ഷേ സ്വന്തത്തിൽ തന്നെ കൊതേ ഫാക്ടറി ഉണ്ട്, വെള്ളത്തിന്റെ മിനറൽ വാട്ടർ കൊടുക്കുന്ന ഫാക്ടറി ഉണ്ട്. എങ്കിൽ പോലും റബ്ബ് വെള്ളം കുടിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഞാൻ മിനറൽ വാട്ടറിന്റെ ഫാക്ടറിയുടെ ഉടമയാണ്, എനിക്ക് വെള്ളം കുടിക്കണം എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളൊരു അധികാരി ലോകത്തില്ലേ? ഇല്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, മാലിക് യൗമിദ്ദീൻ. രണ്ട് ലോകത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്, ആ റബ്ബിനല്ലാതെ ഇവിടെ അധികാരമില്ല. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പൈസ ഉണ്ടോ ഭക്ഷണം വാങ്ങാൻ കഴിയും അല്ലെ? മോനെ തിരിയുന്ന കോഴി വാങ്ങാൻ എന്താ വേണ്ടി? തിരിയുന്ന കോഴി അറിയില്ലേ? ഇല്ല. ഹോട്ടലിന്റെ മുന്നിൽ ഇങ്ങനെ കറങ്ങുന്ന കോഴി അറിയില്ലേ? ഇല്ല. KFC അറിയാം? ഇപ്പൊ അങ്ങനത്തെ കോഴികളൊക്കെ ആ കുട്ടിയൊക്കെ അറിയാലേ. അപ്പൊ ഈ കോഴി നല്ല ഇഷ്ടത്തോടെ വാങ്ങാൻ നമുക്ക് കഴിയും. അതേ സ്ഥാനത്ത് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വാങ്ങാൻ കഴിയോ? കോഴി ഏതും വാങ്ങാം, ഇഷ്ടപ്പെടുന്ന ആടാണെങ്കിൽ ആട് വാങ്ങാം, ഇഷ്ടപ്പെടുന്ന ഭക്ഷണ സാധനം നമുക്ക് വാങ്ങാം. പക്ഷെ അത് കഴിക്കണം എന്നൊരു ചിന്താഗതി നമ്മളെ മനസ്സിൽ നമുക്ക് വാങ്ങാൻ കഴിയോ? ആഗ്രഹത്തെ വാങ്ങാൻ കഴിയോ? ഇല്ല. അതുകൊണ്ടല്ലേ ചില ആളുകൾ എനിക്ക് കോഴി പറ്റൂല, എനിക്ക് മീൻ പറ്റൂല, എനിക്ക് ഇന്നത് പറ്റൂല. എന്താ കാരണം? അതിനോട് ആഗ്രഹം അല്ലാഹു കൊടുത്തില്ല, അതുകൊണ്ട് അത് പറ്റൂല എന്ന് അവൻ തീരുമാനിക്കുകയാണ്. എന്നാ അതേ സാധനം അതേ ടേബിളിൽ ഇരുന്നിട്ട് വേറെ ആള് തിന്നുമ്പോ ഒരു ബോധമില്ലാതെ അടിച്ചു തിന്നുകയാണ് അയാള്. കാരണം അയാൾക്ക് അതിനോട് താല്പര്യമുണ്ട്. താല്പര്യം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. സാധനം വാങ്ങാൻ ചിലപ്പോൾ നമുക്ക് കഴിയും, പക്ഷെ ആഗ്രഹം തരേണ്ടവൻ അല്ലാഹുവാണ്. നമ്മളെ കൊണ്ട് സാധിക്കൂല. വിശപ്പുണ്ട് മുസ്ലിയാരെ, പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ നല്ല പനിച്ചു കിടക്കുന്ന ആൾക്ക് നല്ല ഒന്നാം തരം ബിരിയാണി കൊണ്ട് കൊടുത്തു. കഴിക്കാൻ കഴിയോ? നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടിയപ്പോ നല്ല ഒന്നാം തരം പനിയുള്ള സമയത്ത് കഴിക്കാൻ കഴിയോ? ഇല്ലേ. പനിയുള്ള സമയത്ത് ഹൈദരാബാദി ബിരിയാണി ഇട്ട് കഴിക്കാൻ കഴിയോ? കഴിക്കുമ്പോ വായിക്കൊരു ചവർപ്പാണ്. അപ്പൊ ഇവൻ കഴിച്ചിട്ട് പറയാണ്, ഇത് എന്ത് ബിരിയാണിയാ, ആരാ ഇത് ഉണ്ടാക്കിയത്, ഒരു ടേസ്റ്റും ഇല്ലല്ലോ ഈ സാധനം. അപ്പൊ എല്ലാരും പറയാണ്, മോനെ ഞങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നിനക്കതിന് ടേസ്റ്റ് ഇല്ല, കാരണം നിന്റെ വായക്ക് പനിയായത് കൊണ്ട് അല്ലാഹു തആല ചെറിയ പരീക്ഷണം തന്നതാണ്. അല്ലേ? അനുഭവമില്ലേ?
അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആഗ്രഹിക്കാനും വാങ്ങാനും കഴിയും, പക്ഷേ ആ ആഗ്രഹത്തെ നമുക്ക് നിലനിർത്താനോ പണം കൊടുത്ത് വാങ്ങാനോ സാധിക്കൂല. അത് കഴിയുന്ന ലോകമല്ല ദുനിയാവ്. ആഗ്രഹങ്ങളെ വാങ്ങാൻ കഴിയൂല. ആഗ്രഹിക്കാൻ കഴിയും, പക്ഷേ ആഗ്രഹങ്ങൾ വാങ്ങാൻ നമുക്ക് സാധിക്കൂല. ആഗ്രഹത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങാൻ കഴിയും, ഇഷ്ടപ്പെടുന്ന കുപ്പായം വാങ്ങാൻ കഴിയും, പക്ഷേ ധരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അയ്യോ, ദഹിക്കാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ കാണുന്നില്ലേ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, കൈകാലുകൾ മുറിക്കപ്പെടുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈ കഴിഞ്ഞ ദിവസം നമ്മളെ സ്ഥാപനങ്ങളുമായും ദീനീ പ്രസ്ഥാനങ്ങളുമായൊക്കെ വളരെ സഹകരിക്കുന്ന തലശ്ശേരിയിലൊരു പ്രവർത്തകൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാലിന്റെ ചില ഭാഗം മുറിച്ചതാണ്. അറിയാതെ എന്നോട് ചോദിച്ചു പോയി, എന്ത് പറ്റിപ്പോയി കാലിന്? ഷുഗറാണ്. അല്ലാഹ് നീ പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. മനുഷ്യ, നമുക്ക് നമ്മളെ കാല് നിലനിർത്താൻ കഴിയൂ? ആരോഗ്യം നിലനിർത്താൻ കഴിയൂ? ഇല്ല, ഇല്ല. കോടാനുകോടി ഉറുപ്പിക കയ്യിലുണ്ട്, എന്നാ ചിലപ്പോൾ മംഗലാപുരത്ത് ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽ ചിലപ്പം വാങ്ങാൻ കഴിയൂലേ? കോടികളുണ്ട്, എന്നാ അതിനേക്കാളും വില പറഞ്ഞ് ചിലപ്പോ മുതലാളിയോട് ഹോസ്പിറ്റലിൽ നമുക്ക് കച്ചവടാക്കാൻ കഴിയും. നമ്മൾ വില പറഞ്ഞാൽ ചിലപ്പോ മുതലാളി വിറ്റേക്കും, അത് വാങ്ങാൻ ചിലപ്പോ നമുക്ക് സാധിച്ചേക്കും. അതിനെന്താ വേണ്ടത്? കയ്യിൽ പണം വേണം. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഡോക്ടറായിട്ടില്ല, എന്നാ അവിടെ ഡോക്ടറെ നമുക്ക് വാങ്ങാൻ കഴിയും. പൈസ ഉണ്ടെങ്കിൽ ഡോക്ടറെയും വാങ്ങാൻ കഴിയും. ഏത് ഡോക്ടറും നമ്മളെ കീഴിൽ ജോലി ചെയ്യും. എന്താ വേണ്ടത്? അയാൾ ഉദ്ദേശിക്കുന്ന ശമ്പളം കൊടുക്കണം, എന്നാൽ അയാൾ നമ്മളെ കൂടെ ജോലി ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, എത്ര വലിയ പ്രസിഡന്റ് ആയാലും, എത്ര വലിയ നേതാവായാലും, അമേരിക്കയുടെ തന്നെ ഭരണാധികാരിയായാലും, ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം വന്നാൽ ജലദോഷം തടുക്കാൻ കഴിയുമോ? ഇവിടെ എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ ജലദോഷം എന്ന് പറയും, മൂക്കൊലിപ്പ് എന്നൊക്കെ പറയും. ഇവിടെ എന്താ പറയാ? ജലദോഷം തടുക്കാൻ കഴിയോ? ഞാൻ അമേരിക്കന്റെ പ്രസിഡന്റാണ്, എന്റെ മൂക്കിന് എന്താ തകരാറ് വരാന്ന് ചോദിക്കാൻ കഴിയുന്ന പ്രസിഡന്റ് ഉണ്ടോ? ഞാൻ അമേരിക്കന്റെ ഭരണാധികാരിയാ, ഒക്കെ നിന്നെന്ന് ചൊട്ടിയിൽ ഭരിക്കാൻ പറ്റും എനിക്ക് എന്ന് പറയാൻ കഴിയുന്ന ഭരണാധികാരി ഉണ്ടോ? ഇല്ല, ഇല്ല. ഹോസ്പിറ്റലുകൾ വാങ്ങാൻ കഴിയും, ഗുളികകൾ വാങ്ങാൻ കഴിയും, ഡോക്ടർമാരെ പർച്ചേസ് ചെയ്യാൻ കഴിയും, അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയും, പക്ഷെ സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന മനുഷ്യനില്ല. ഞാനിങ്ങനെ ഓർമ്മിച്ചു പോവാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, രാത്രിയിൽ കിടക്കുന്ന സമയത്തൊരു തകരാറുമില്ല, നേരം വെളുത്ത് നോക്കുമ്പോൾ ശരീരത്തിന്റെ ചലനമില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർമാരോട് ചോദിക്കുമ്പോ പറയുന്നു, വലതു ഭാഗത്തിന്റെ ചലനമറ്റുപോയി, കൈകാലുകൾ കനക്കമില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ തകരാറില്ലാത്ത മനുഷ്യൻ, രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു പ്രശ്നവും പറയാനില്ലാത്ത മനുഷ്യൻ, കിടക്കയിൽ നിന്ന് സ്വന്തത്തിൽ എഴുന്നേൽക്കണമെന്ന് ചിന്തിച്ചിട്ട് മനസ്സിന്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ മനസ്സിന്റെ ഉറക്കം തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ വലതു ഭാഗം ഉറങ്ങിയിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. വലതു ഭാഗം തളർന്നു പോയി. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ എഴുന്നേൽക്കൂന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു, പക്ഷേ വലത് കാലും കയ്യും അനക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ചില ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വർഷങ്ങളായിട്ട് കൈകാലുകൾ അനക്കാൻ കഴിയാതെ കട്ടിലിൽ കിടന്ന് ജീവിച്ച ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ നാട്ടിന്റെ പരിസരത്തുണ്ടായിരുന്ന അബ്ദു എന്ന് പറയുന്ന ചെറുപ്പക്കാരനില്ലേ? എത്ര വർഷത്തോളം അയാള് കട്ടിലിൽ കിടന്നു. അല്ലാഹു ഖബറിനും സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. വയത് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള്, റബ്ബിന്റെ തരുന്ന അധികാരം, റബ്ബ് തരുന്ന കഴിവുകൾ അത് ഉപയോഗിച്ച് ജീവിക്കാനല്ലാതെ നമുക്കിവിടെ അധികാരമില്ല, നമുക്കിവിടെ ശക്തികളില്ല, നമുക്കിവിടെ കഴിവുകളില്ല. കഴിവുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നാ ഞാൻ പറഞ്ഞത്.